ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർമുകിൽ ഫൗണ്ടേഷന്റെ സംഗീത പരിപാടി ടൗൺഹാളിൽ നിറഞ്ഞ സംഗീതാസ്വാദകർക്ക് മുന്നിൽ റഫിയുടെയും കിഷോർ കുമാറിന്റെയും SBBയുടെയും യേശുദാസിന്റെയും ഗാനങ്ങൾ ബാബുബായി ലതാ ഫാമിലി സംഗീതരാവിൽ പെയ്തിറങ്ങി. മൂന്നര പതിറ്റാണ്ട് കാലമായി കോഴിക്കോട് നഗരത്തിൽ SK സ്ക്വയറിലും ബീച്ചിലും പാട്ടുപാടി ഉപജീവനം കഴിക്കുന്ന ബാബുബായ് ലതാ ഗായക ദമ്പതികൾക്ക് 15 വർഷങ്ങൾക്ക് മുൻപ് ചാനലിന്റെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിന് സമ്മാനമായി ലഭിച്ച വീട് ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ്. അടിയന്തരമായി വീടിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനും പെയിന്റിംഗ് നടത്തുന്നതിനുമായാണ് സംഗീതജ്ഞരുടെയും ഗായകരുടെയും സംഗീതാസ്വാദകരുടെയും കൂട്ടായ്മയായ വാർമുകിൽ ഫൗണ്ടേഷൻ മുന്നിട്ടിറങ്ങിയത്. വാർമുകിൽ അംഗങ്ങളിൽ നിന്നും ടൗൺഹാളിൽ പ്രോഗ്രാം കാണാനെത്തുന്ന സംഗീതാസ്വാദകരിൽ നിന്നും ശേഖരിക്കുന്ന തുക തെരുവ് ഗായകരുടെ വീട് റിപ്പയർ ചെയ്യുന്നതിനായി ചെലവഴിക്കും. വാർമുകിൽ ചെയർമാൻ AV റഷീദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേയർ O സദാശിവൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ അത് നിയമപരമായി സാധ്യമാവുന്നതാണെങ്കിൽ അവർക്കായി ഒരു ഇടം നമുക്ക് കേൾക്കാനും ഇവരെ കാണാനും ഒക്കെ കഴിയാവുന്ന വിധത്തിൽ ആലോചനയിലുണ്ടാവും എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിക്കുന്നു. ഡോക്ടർ TP മഹ്റൂഫ് രാജ്, R ജയന്തകുമാർ, ഗായകൻ അഷറഫ്, ജനറൽ കൺവീനർ മുഹമ്മദ് അസ്ലം, സുനിൽ കക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബാബുബായി ഫാമിലി, മുഹമ്മദ് റഫിയുടെ യെ ദുനിയ യെ മഹഫിൽ, ബഹാരോं की भूल बरसावो, क्या हुआ तेरा वादा തുടങ്ങി ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.